വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഫ്രൂട്ട് ഈറ്റിംഗ് ചാലഞ്ച് ഒന്നല്ല കേട്ടോ. ജസ്റ്റ് നമ്മളിപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഫ്രൂട്ട്സ് കുറേ സംഭവമൊക്കെ ഇട്ടിട്ട് കുറച്ച് സോസും അങ്ങനെ കുറച്ച് ഉപ്പും മുളകൊക്കെ വെച്ചിട്ടുള്ളൊരു ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സംഭവമില്ലേ. അപ്പോൾ ഞങ്ങളത് കുറേ ദിവസമായി അത് ഞങ്ങൾ ഉണ്ടാക്കണം, ഇതുപോലെ നമുക്ക് എല്ലാവരും കൂടി കഴിക്കണം. അപ്പോൾ ഇപ്പോൾ നമുക്കാണ് ഞായറാഴ്ചയാണ് കേട്ടോ നമുക്ക് ഇതിനുള്ള ഒഴിവ് കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ 3 ഫ്രണ്ട്സിനും നിങ്ങൾ എപ്പോഴും കണ്ടിട്ടുണ്ടാവും, നമ്മൾ വീഡിയോസൊക്കെ ഒരുമിച്ച് ഇടാറുണ്ട്. അപ്പോൾ അതാ ഞങ്ങൾ എല്ലാവരും കൂടി ഫ്രൂട്ട്സൊക്കെ മേടിച്ച് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ വെച്ച് എല്ലാവരും ഇരുന്ന് ഫ്രൂട്ട്സും ഒക്കെ കട്ട് ചെയ്യാണ്. അപ്പോൾ ഞങ്ങൾ എന്തൊക്കെ ഫ്രൂട്ട്സ് മേടിച്ചിട്ടുണ്ടെന്നറിയോ? തണ്ണിമത്തൻ, പൈനാപ്പിള്, ആപ്പിള്, ഓറഞ്ച്, പിന്നെന്താ മുന്തിരി, പിന്നെ വെജിറ്റബിൾസിൽ ക്യാരറ്റ്, കുക്കുംബർ, അങ്ങനെ കുറേ വിധം സാധനങ്ങളൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടി വാങ്ങിച്ചു. വീട്ടിൽ വന്നിട്ട് എല്ലാവരും കൂടി കട്ട് ചെയ്തിട്ട് നമുക്ക് സൺഡേ ആകുമ്പോൾ എല്ലാവർക്കും മുടക്കല്ലേ, പിന്നെ തിങ്കളാഴ്ച റിപ്പബ്ലിക് ഡേ ആയിട്ട് എല്ലാവർക്കും മുടക്കല്ലേ വെച്ചിട്ട് നമ്മൾ ഇത് വീട്ടിൽ വെച്ച് സെറ്റപ്പ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇതിലേക്ക് സോസ് ഉണ്ടാക്കിയത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടിയും കാശ്മീരി ചില്ലിയും പിന്നെ കുറച്ച് എന്താ പറയുക വിനാഗിരി, പിന്നെ തക്കാളി സോസ്, ഉപ്പ് ഒക്കെ കൂടിയിട്ട് നമ്മളൊരു സോസ് ഉണ്ടാക്കി കേട്ടോ. അത് അടിപൊളിയായിട്ട് സോസായിരുന്നു. കുറച്ച് ഉപ്പൊക്കെ ഇട്ട് നമ്മളിതിലെല്ലാത്തിനും മിക്സ് ചെയ്യാൻ പറ്റും. അപ്പോഴേക്കും നമ്മുടെ ചേട്ടന്മാരൊക്കെ അത് ഇലയൊക്കെ അപ്പുറത്തെ പറമ്പിൽ നിന്നൊക്കെ മുറിച്ച് സെറ്റ് ചെയ്യാൻ വെച്ചു. നമ്മൾ ന്യൂ ഇയറിന് നമ്മളിതുപോലെയല്ലേ, നമ്മൾ മുറ്റത്താണ് കഴിഞ്ഞ ന്യൂ ഇയറിന് നമ്മളെല്ലാവരും കൂടി ചെയ്ത്. ഇപ്രാവശ്യം നമ്മൾ മുറ്റത്തുനിന്ന് മാറി ഉമ്മറത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി മുറ്റത്തിരുന്ന് കഴിക്കാനുള്ള കമൻറ്റൊന്നും മാറി ഇടണ്ട, നമ്മൾ ഇപ്രാവശ്യം ഉമ്മറത്തിരുന്നിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ അതെല്ലാ ഫ്രൂട്ട്സും മരിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ വലിയൊരു പോണിയിൽ ഇതെല്ലാം ഇട്ടിട്ട് മിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതാ എല്ലാ ഫ്രൂട്ട്സും നമ്മളിതേ നന്നായി കട്ട് ചെയ്തിട്ട് നമ്മളിതേ ഒരു വലിയ കുറ്റിപ്പോണി ഇല്ലേ, ആ പോണിയിലിട്ടിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യാന്ന് വെച്ചിട്ട്. അപ്പോൾ എല്ലാവരും 3 പൈനാപ്പിൾ, 3 തണ്ണിമത്തൻ, എല്ലാവരും അങ്ങനെ കുറേ സാധനങ്ങൾ എല്ലാവരും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിള്ളേഴ്സും എല്ലാവരും ഉണ്ട്. അപ്പോൾ അതേ എല്ലാം മിക്സ് ചെയ്തിട്ട് നമ്മളിതേ ഒഴിച്ചിട്ടുള്ള നമ്മുടെ ഈ സോസില്ലേ, എന്താ പറയുക, ഈ മിക്സ് എന്നിട്ട് മുളക് പൊടിയും തക്കാളി സോസും കൂടിയിട്ടൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അത് നമ്മൾ ഇതിൽ ഒഴിച്ച് സെറ്റാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതേ ഇത്ര അധികം ഉണ്ട്. അപ്പോൾ കുടഞ്ഞപ്പോൾ അതേ കുറച്ചൊക്കെ അതേ കയ്യിൽ നിന്ന് പോയി കേട്ടോ. അപ്പോൾ നമുക്ക് കുടയാൻ പറ്റാവുന്ന സ്ഥിതിക്ക് നമ്മളിതേ ഇപ്പോൾ നമ്മുടെ അനിയനെ വിളിച്ചിട്ട് അവരൊക്കെ പ്രതീക്ഷിക്കാണ്ട് പെട്ടെന്ന് ഇവിടെ വന്ന് പോയതാട്ടോ. അപ്പോൾ അതേ അവരും നമ്മുടെ കൂടെ കൂടി. അപ്പോൾ കുടഞ്ഞ് തരാൻ പറയുകയാണ് അവനോട്. അപ്പോൾ അതേ അവൻ പിടിച്ചിങ്ങനെ കുടയാണ്. കുറച്ച് ദിവസമായി നമ്മൾ വിചാരിക്കുന്നു. അപ്പോൾ പിള്ളേരുടെയും എല്ലാവരുടെയും ജോലിക്കാരുടെയൊക്കെ ഒഴിവ് നോക്കിയിട്ടാണ്. പിന്നെ ഇപ്പോൾ തിങ്കളാഴ്ചയായിട്ട് മുടക്കാണല്ലോ, ഈ ഫ്രൂട്ട്സൊക്കെ കഴിച്ച് ആർക്കും വലിയ കുഴപ്പങ്ങളൊന്നും വരല്ലേ എന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങനത്തെ ഒരു ദിവസം സെലക്ട് ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞു ഇതുപോലെ നമുക്ക് ഒഴിച്ചിട്ട് ഈ പോണി അടച്ചിട്ട് നമുക്ക് അങ്ങനെ കുടയാട്ടോ, അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിങ്ങനെ വെച്ച് നല്ലോണം കുടയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ചാ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതേ ഇങ്ങനെ കുടഞ്ഞ് മൊത്തം മിക്സ് ചെയ്യണം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. പക്ഷേ കുറച്ച് എരി കൂടിയോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം സെറ്റായിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുടഞ്ഞ് സെറ്റപ്പ് ആക്കിയപ്പോൾ നമ്മൾ ഇല ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതേ ഇല നമ്മുടെ ഇറയത്ത് തന്നെ നമ്മളെല്ലാവരും ഇല അങ്ങനെ നന്നായി പരത്തി. നമ്മൾ ന്യൂ ഇയറിന് ചെയ്തില്ലേ, ന്യൂ ഇയറിന് നമ്മൾ മുറ്റത്തായിരുന്നു. അപ്പോൾ മുറ്റത്തുനിന്ന് നമ്മളിപ്പോൾ ഉമ്മറത്തേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ നന്നായി കുടഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റായിരുന്നു കേട്ടോ അത്. പക്ഷേ കുറച്ച് എരി കൂടിയിട്ടാണ്. സൂപ്പറായിരുന്നു എന്ന് കണ്ടാ, നമുക്ക് വായിൽ വെള്ളം വരുന്നില്ലേ. എല്ലാ പഴം ഒഴിച്ച് ബാക്കി ഒരു വിധം എല്ലാ ഫ്രൂട്ട്സും ഉണ്ട് കേട്ടോ അതിൽ. അപ്പോഴൊക്കെ എല്ലാവരും കൂടിയിട്ട് ഇതേ ഇലയൊക്കെ പരത്തി നമുക്ക് ഇത് പരത്തി അങ്ങോട്ട് ഇറയം മൊത്തം നമ്മൾ ഇട്ടിട്ട് എല്ലാവർക്കും കൂടി ഇരുന്ന് കഴിക്കാൻ ഇവിടെ ഉമ്മർത്ത് സ്ഥലം ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇവർ രണ്ടാളും കൂടിയിട്ട് ഇതേ ഇലയിൽ നമ്മളിതേ ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ മൊത്തം തന്നെ കുടഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടോ. ഞങ്ങൾ രാത്രി ആകുമ്പോൾ ഫുഡൊന്നും അങ്ങനെ കഴിച്ചില്ല കേട്ടോ, ഈ ഫ്രൂട്ട്സ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതെല്ലാവരും ഇലയിൽ ഇതാ പരത്തിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ കൂടുമ്പോൾ ഒരു വൈബല്ലേ, പിള്ളേർക്കൊക്കെ ഹാപ്പി സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അതെ എല്ലാം പരത്തി നമ്മൾ ഓരോ ഭാഗത്തു നിന്ന് പിന്നെ എന്താ ചെയ്തതെന്ന് അറിയുമോ? നമ്മൾ ബാക്കി സോസ് ഉണ്ടായിരുന്നു, അത് നമ്മൾ അതിലൊഴിച്ചതിന് പുറമേ നമ്മൾ ഇതിൻ്റെ മുകളിൽ കൂടിയും ഒന്ന് ഒഴിച്ചപ്പോൾ പണി മൊത്തത്തിൽ അങ്ങോട്ട് പാളി കേട്ടോ. ഭയങ്കര എരിവായി കേട്ടോ. പിന്നെ ലാസ്റ്റാണ് ഈ എരിവിൻ്റെ സംഭവത്തിൽ നമ്മൾ എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് ലാസ്റ്റ് വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ട. ഈ ബാലൻസ് വന്ന ഈ സോസ് നമ്മൾ ഇതിൻ്റെ മുകളിൽ കൂടെ അങ്ങോട്ട് കുറച്ചും കൂടി ഒഴിച്ചു. അതിൽ നമ്മൾ പെട്ടുപോയിട്ടോ. നല്ല എരിവായിട്ടോ. നല്ല എരിവെന്ന് പറഞ്ഞാൽ ഒരു 4 കഷ്ണം കഴിക്കുമ്പോഴേക്കും എല്ലാവർക്കും ഇങ്ങനെ കാണിക്കില്ലേ, ആ ഒരു അവസ്ഥ വന്നു കേട്ടോ. പക്ഷെ സംഭവം സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ അതേ കുറച്ചും കൂടി നമ്മുടെ കൂട്ടുകാരി എല്ലാ ഭാഗത്തേക്കും ഇതേ ആവാത്തതിൻ്റെ മുകളിലൊക്കെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ സോസ് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ തക്കാളി സോസിന് പകരം ഈന്തപ്പഴം ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ അപ്പോൾ പിള്ളേർ പറഞ്ഞു ഈന്തപ്പഴം ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. ഞങ്ങൾ പിള്ളേർ കാണാണ്ട് ഈന്തപ്പഴം സ്കിപ്പ് ചെയ്തിട്ട് കുറച്ച് തക്കാളി സോസൊക്കെ ഒഴിച്ചപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അടിപൊളി സംഭവമായിരുന്നു. അപ്പോൾ അതേ കുഞ്ഞുമോളൊക്കെ അതേ വീഡിയോസും ഒക്കെ എടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ.
എല്ലാ ഫ്രൂട്ട്സും ഇങ്ങനെ പരത്തിയതിന് ശേഷം എൻ്റെ കയ്യിൽ എന്താണെന്നറിയോ, ചെറുനാരങ്ങയാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ മൊത്തം പരത്തിയതിന് ശേഷം ചെറുനാരങ്ങ ഒഴിക്കാം, എല്ലാ ഭാഗത്തേക്കും ഒഴിക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ മൊത്തം പരത്തിയതിന് ശേഷമാണ് കേട്ടോ ചെറുനാരങ്ങ ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. ഒരു ചെറിയൊരു പുളിയും മാങ്ങയും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാ വക ഫ്രൂട്ട്സും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് മൊത്തം ഇങ്ങോട്ട് കഴിക്കാൻ പറ്റാണ്ടായിട്ടാ അവസ്ഥയിലേക്കായി. എൻ്റെ കൂട്ടുകാരി ഇതാ എല്ലാ ഭാഗത്തേക്കും കുറേശ്ശെ ആവാത്തത് ഇങ്ങനെ കാണുമ്പോൾ ഒഴിച്ച് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ടേസ്റ്റ് ഒന്ന് ജസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിക്കാനുള്ള പുറപ്പാടിനാണ്. അപ്പോൾ എല്ലാവരും വിളിച്ച് ഓരോരുത്തരും ഓരോ ഭാഗം പിടിച്ച് കഴിക്കാൻ നോക്കുകയാണ്. തുടക്കത്തിലൊക്കെ വലിയ സംഭവമായിരുന്നു കേട്ടോ. വേഗം കഴിക്കാനായിരുന്നു. പകുതി ആയപ്പോഴേക്കും ആകെ പെട്ടുപോയിട്ടാ. എല്ലാം പരത്തിയതിന് ശേഷം ഞങ്ങളെല്ലാവരെയും വെയിറ്റ് ചെയ്തിരിക്കട്ടെ. അപ്പോൾ ഞങ്ങൾ ഓരോരുത്തരും ഓരോ സ്ഥലം പിടിച്ച് എല്ലാവരും വെയിറ്റ് ചെയ്ത്, ചേട്ടന്മാരൊക്കെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് എല്ലാവർക്കും ഓരോ സ്ഥലത്ത് ഞങ്ങൾ സ്ഥലം ഉറപ്പിച്ചു കേട്ടോ. അപ്പോൾ അതെല്ലാവരും സെറ്റായിട്ട് ഇരുന്നുണ്ട്. പകുതി മുക്കാലൊക്കെ എല്ലാവരും കഴിച്ച് തീർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കഴിച്ചിട്ടുള്ള എക്സ്പ്രഷൻ ഞാൻ ഒരാളുടെ മുഖത്ത് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. സത്യം പറയാമല്ലോ മക്കളെ, കുറച്ച് എരി കൂടി പോയിട്ട്, അത് കാരണം നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റാണ്ടായി. അപ്പോൾ കുറച്ചൊരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെള്ളത്തിൽ മുക്കിയിട്ട് ആ എരിയൊക്കെ കളഞ്ഞിട്ടാട്ടോ. അപ്പോൾ കണ്ണ് കാണാൻ കൂടിയും പറ്റുന്നില്ല. അവനിതാ കഴിച്ചിട്ട് എരിവ് കാരണം കണ്ടില്ലേ അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പാത്രത്തിലേക്ക് ഒരു വിധം ഇലയിലത്തേക്ക് ഒരു വിധം ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വലിയൊരു കുറ്റിപ്പോണി വെച്ചിട്ട് അതിൽ മുക്കിയിട്ട് എരിയൊക്കെ കളഞ്ഞിട്ട് അവസാനം കഴിച്ചിട്ട് ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റ് നമുക്ക് എല്ലാവർക്കും എരി സഹിക്കാൻ പറ്റാണ്ടാവുമ്പോൾ നമ്മുടെ അനിയൻ പോയിട്ട് ഐസ്ക്രീം മേടിച്ചു കൊടുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് വീഡിയോ ആയിരുന്നു കേട്ടോ. എല്ലാവരും കൂടി ഒരു ദിവസമൊക്കെ അടിച്ച് പൊളിക്കുമ്പോൾ നമ്മളിങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു എന്താ പറയുക, ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ എല്ലാവരും കൂടി കഴിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ സൺഡേ ആയപ്പോൾ എല്ലാവരും കൂടി ഒന്ന് അടിച്ച് പൊളിച്ചു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ.